നമ്മളിപ്പം ഈ മുടി കൊഴിയുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള പലായനം അത് തിരിച്ച് ബാക്കി സമ്പാദ്യമായ ഒരുപക്ഷെ പലർക്കും കിട്ടിയത് തങ്ങളുടെ മുടി നഷ്ടപ്പെട്ടതാണ്. അതിന് പ്രതിവിധിയായി ഒരുപക്ഷെ അതിൻ്റെ പേരിൽ സമ്പാദിച്ച് കൂട്ടുന്ന ആളുകളുടെ വ്യവസായമായി തന്നെ ഈ മേഖലയിൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുടി കൊഴിച്ചിൽ എപ്പോഴും ഒരു വിഷമവുമായി നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മുടി കൊഴിച്ചിലിന് എന്തെങ്കിലും നാടൻ പ്രയോഗം ഉണ്ടാകുന്നത്. അത് പലപ്പോഴും നാടൻ പ്രയോഗങ്ങളുടെ ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ ചോദ്യം വന്നിട്ടുള്ളത്. നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ വെളിച്ചെണ്ണ വലിയൊരു പരിഹാര മാർഗ്ഗമാണ്. അതായത് ചെറുപ്പകാലം മുതലേ എണ്ണ തേച്ച് കുളിക്കുക എന്ന ശീലമുള്ള ആളുകൾക്ക് മുടി വേഗത്തിൽ നിരക്കാതിരിക്കുകയും മുടി കൊഴിഞ്ഞു പോവാതിരിക്കുകയും ചെയ്യും. പക്ഷെ പൊതുവെ പുരുഷന്മാർ എണ്ണ തേക്കാൻ വലിയ മടിയുള്ള ആൾക്കാരാണ്. എണ്ണ തേക്കണം. എണ്ണ തേക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. കണ്ണിൻ്റെ തടങ്ങളിലും മൂക്കിൻ്റെ ദ്വാരങ്ങളിലും വെളിച്ചെണ്ണ തേക്കണം. വെളിച്ചെണ്ണയും എണ്ണയും എണ്ണ എന്ന് സാധാരണ ഉപയോഗിക്കുന്നത് നല്ലെണ്ണ, എള്ളെണ്ണയെക്കുറിച്ചാണ്. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണയെക്കുറിച്ചാണ്. വെളിച്ചെണ്ണയാണ് തേക്കാൻ ഏറ്റവും അനുയോജ്യമായത്. നല്ലെണ്ണ വേറെ ചില ഉപയോഗങ്ങൾക്ക് പറ്റും. പിന്നെ അതൊരു ശീലമാണ്. വെളിച്ചെണ്ണ ശീലമാക്കലാണ് ഏറ്റവും നല്ലത്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നാസാദ്വാരങ്ങളിലും കണ്ണിൻ്റെ തടങ്ങളിലും തലയിലും ശരീരം മുഴുവൻ തേക്കാൻ എന്നും ഒഴിവ് കിട്ടിയില്ലെങ്കിൽ തലയിലെങ്കിലും തേക്കണം. തലയിൽ തേച്ച് കുളിക്കണം വെളിച്ചെണ്ണ. എന്നാൽ മുടി പിന്നെ വെളുക്കുക, അതേമാതിരി നരക്കുക, അതേപോലെ മുടി കൊഴിഞ്ഞു പോവുക, ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. തേക്കിൻ്റെ കുരു ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ തേച്ചാൽ മുടി കൊഴിച്ചിലിനെ തടയാം. തേക്കിൻ്റെ നല്ല മൂത്ത കുരു, പച്ചക്കുരു, ഉണങ്ങിയതല്ല, അത് വെളിച്ചെണ്ണയിലിട്ടിട്ട് തിളപ്പിക്കുക. കരിയുന്നതിന് മുമ്പ് അടുപ്പത്ത് നിന്ന് എടുത്ത് വെക്കുക. എന്നിട്ട് കുരു മാറ്റി എണ്ണ മാത്രം കുപ്പിയിലാക്കിയിട്ട് അത് തേച്ചാൽ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടി പറ്റും. പ്രവാചക വൈദ്യത്തിൽ PhD എടുത്ത താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് അത്തരമൊരു തീർച്ചയായും പിന്നെ പ്രവാചക വൈദ്യത്തിലെ ഒരു മെഡിസിനാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ വൈദ്യം പറയുന്നതിൽ നിന്ന് കുറച്ച് ഒഴിഞ്ഞു നിൽക്കാറാണ് സാധാരണ പതിവ്. കാരണം അതിന് കുറേ പരിധികളും പരിമിതികളും ഉണ്ട്. കാരണം ഒരിക്കലും നമ്മൾ രോഗിയെ കാണുന്നില്ല, കാണാത്ത രോഗിക്കാണ് മരുന്ന് പറയണത്. അതുകൊണ്ട് അതെന്ന് പലപ്പോഴും ഒഴിഞ്ഞു മാറലാണ് സാധാരണ പതിവ്. പക്ഷേ ഇതെല്ലാവർക്കും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ ചേർത്ത് പറയേണ്ടത്, മുടി കൊഴിച്ചിലിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി വരാറുള്ളത് ടെൻഷനുകളും മറ്റു കാര്യങ്ങളുമാണ്. അപ്പോൾ ടെൻഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പരിഹാരം. രണ്ടാമത്തത് കഫക്കെട്ടുള്ള ആളുകൾക്ക് വല്ലാതെ മുടി കൊഴിച്ചിൽ കാണാറുണ്ട്. അപ്പോൾ കഫക്കെട്ടിനുള്ള പരിഹാര മാർഗം കൂടി ഇതിൻ്റെ അനുബന്ധമായി സ്വീകരിക്കണം. കുരുമുളക് പൊടി തേനിൽ മിക്സ് ചെയ്ത് കഴിക്കലാണ് തലയിൽ നിന്നുള്ള കഫത്തെ തടയാൻ ആവശ്യമായിട്ടുള്ള കാര്യം. നല്ല നാടൻ കുരുമുളക് പൊടി തേനിൽ മിക്സ് ചെയ്തിട്ട് 3/4 സ്പൂൺ വീതം 2 നേരം ഭക്ഷണശേഷം കഴിക്കുക. കുറച്ചുകൂടി മനസ്സിലാക്കാൻ ചോദിക്കുകയാണ്, ഇതിൻ്റെ കളവ് ഒന്ന്. നാടൻ കുരുമുളക് ഉണക്കി നന്നായിട്ട് പൊടിച്ചത്, അത് ലേഹമാവാൻ പാകത്തിനുള്ള തേനൊഴിക്കുക. അത് മിക്സ് ആവാൻ വേണ്ടി പാകത്തിലുള്ള തേനൊഴിക്കുക. കുഴമ്പ് പരുവത്തിലാവാൻ ആവശ്യമായ തേനൊഴിക്കുക. എന്നിട്ട് 3/4 സ്പൂൺ രാവിലെ ഭക്ഷണത്തിന് ശേഷം രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ തലയിൽ നിന്നുള്ള കഫം ഒഴിവായി കിട്ടും. കൂടുതൽ പറയാം, സ്ഥിരമായുള്ള തലവേദന, അതുപോലെ മൈഗ്രെയിൻ തലവേദന എന്നിവയ്ക്ക് ഈ ചികിത്സ പരിഹാരമായിരിക്കും. അപ്പോൾ തലയിൽ നിന്ന് കഫം ഒഴിഞ്ഞാൽ തന്നെ മുടി കൊഴിച്ചിലൊരു പരിധിവരെ തടയാവുന്നതാണ്. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ എണ്ണയും തേക്കുകയാണെങ്കിൽ ആ വിഷയം പരിഹരിക്കപ്പെടും. പിന്നെ മുടി കൊഴിയുന്നതിന് മുമ്പ് തന്നെ ആലോചിക്കുക, എണ്ണ വെച്ച് കുളിക്കുക എന്നുള്ളത് ശീലാക്കണം. അപ്പോൾ കൊഴിഞ്ഞുപോയ മുടി ഇനി കിളിർക്കാനല്ല ഈ മരുന്ന്. ഈ പറഞ്ഞത് മുടി ഇനി കൊഴിച്ചിലിനെ തടയാനാണ്. പക്ഷേ എപ്പോഴും തല സംരക്ഷണത്തിന് എണ്ണ വെച്ച് കുളിക്കുക എന്നുള്ള രീതി സ്വീകരിക്കണം. അത് ഒരുപക്ഷെ ചെറുപ്പത്തിൽ കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ ഉമ്മമാർ പഴയ കാലത്താണെങ്കിൽ അടക്കാമരത്തിൻ്റെ കവുങ്ങിൻ്റെ പാളയിലേക്ക് കെടുത്തി ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കും. ഇപ്പോൾ മാറിയ കാലഘട്ടത്തിൽ പല പാത്രങ്ങളുമൊക്കെ ആയിട്ടുണ്ട്. ആ ശീലം അങ്ങോട്ട് കഴിഞ്ഞവനൊന്ന് നിവർന്നു നിൽക്കാൻ പാകമാകുമ്പോഴേക്കും പ്രത്യേകിച്ച് പുരുഷന്മാർ അത് പറഞ്ഞതുപോലെ ഈ എണ്ണ തേക്കിൽ നിന്ന് അങ്ങോട്ട് മാറി കിട്ടും. പക്ഷെ അപ്പോൾ ഇനിയെങ്കിലും തലയിൽ തേച്ച് കുളിച്ചാൽ ബാക്കി ശരീരഭാഗങ്ങളിലേക്ക് അത് ഒലിച്ചിറങ്ങെങ്കിലും ചെയ്തോളൂ. ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും ചെയ്യണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ മുടി കൊഴിയുക എന്ന സമ്പ്രദായത്തിനാണ് ഉസ്താദ് ഈ മാർഗം പറഞ്ഞത്. ഈ മുടി സമൃദ്ധമായി വളരുന്ന പലരും പ്രതീക്ഷയോടെ നിൽക്കുന്നത് അടുത്തത് മുടി നരക്കാതിരിക്കുന്നതിന് അല്ലെങ്കിൽ നരച്ച മുടിക്ക് എന്തായിരിക്കുമെന്നായിരിക്കും.
എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? അതായത് മുടി നരക്കുക എന്ന് പറയുന്നത് കാൽസ്യം പിൻവലിയുന്ന അവസ്ഥയാണ്. നമ്മളെ ശരീരത്തിൽ ആവശ്യമായ കാൽസ്യം ലഭ്യമാവാതെ വരുമ്പോൾ നഖം, മുടി എന്നിവ, എല്ലുകൾ എന്നിവയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കാൽസ്യം പിൻവലിയും. ഇതാദ്യമായി പിൻവലിയുന്നത് മുടിയിൽ നിന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസിയാണ് യഥാർത്ഥത്തിൽ മുടി നരക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി വരാതിരിക്കാൻ ധാരാളമായി വെള്ളം കുടിക്കുക എന്നുള്ളത് ശീലമാക്കണം. പിന്നെ കാൽസ്യം കൂടുതലുള്ള മീനുകൾ, ചെറിയ മത്സ്യങ്ങൾ അങ്ങനെയുള്ളത് കഴിക്കണം. പച്ച നേന്ത്രക്കായുടെ തൊലി ഉപ്പേരി വെച്ച് കഴിക്കുന്നത് കാൽസ്യം ഡെഫിഷ്യൻസിക്ക് പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ്. അത് അപ്പോൾ അതായത് നിലവിൽ ഉള്ള മുടി നരച്ച് പോകാതിരിക്കാനുള്ള ഒരു വഴിയാണ്. നല്ലതാണ്. നരച്ച മുടി കറുപ്പിക്കുക എന്നുള്ളത് ഇന്ന് വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും അത് പാടില്ല എന്ന് പറയുമ്പോഴും, ഹദീസുകളുടെ വെളിച്ചത്തിൽ മുടി കറുപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും പലരും അത് ആ പ്രവണത ആവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്ഥിരമായി ചെയ്യുന്നുണ്ട് എന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയും. എല്ലാ മേഖലയിലുള്ളവർ ചെയ്യുന്നുണ്ട്. അതിന് ഇസ്ലാമികമായി എങ്ങനെയാണ്, ശരിക്കും എന്താണ് അതിൻ്റെ ഒരു വിധി? അതായത് മുടി കറുപ്പിക്കാൻ പാടില്ല എന്നത് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമാണ്. എന്നാൽ അതിൽ തന്നെ ചില അപൂർവം സന്ദർഭങ്ങളിൽ കറുപ്പിക്കൽ അനുവദിക്കപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. മേജർ പാടില്ല എന്ന് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് കറുപ്പ് കളറിന് മാത്രമാണ് ആ പ്രശ്നമുള്ളത്. എന്നാൽ വേറെ ചുവപ്പ് കളർ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ഉപയോഗിക്കുന്നതിനോ ഈ പറഞ്ഞ വിരോധമല്ല. അതായത് കറുപ്പിക്കൽ മാത്രമാണ് പാടില്ലാത്തത്, ഇതേപോലെ ചുവന്നിരിക്കുന്നത് കുഴപ്പമില്ലെന്നാണ്. സലാംഖാൻ്റെ തലയിൽ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല, പൊതുവെയുള്ള ഹുക്കുമാണത്. കറുപ്പിനാണ് വിരോധനം ഉള്ളത്, ബാക്കിയുള്ള കളറുകൾക്ക് ഈ വിരോധനം ബാധകമല്ല. ബാക്കി ഏത് കളറുകളും ആകാവുന്നതാണ്. ബാക്കി കളറുകൾ ഏകാവെന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, കോട്ടിങ് വരുന്നതാണെങ്കിൽ കുളി ശരിയാവില്ല. കോട്ടിങ് ഇല്ലാത്ത കളർ ഏത് ഉപയോഗിക്കാം. അത് അപ്പോൾ അതിന് സുന്നത്തുണ്ടോ? അങ്ങനെ സുന്നത്ത് ഈ പറഞ്ഞതിനല്ല ഉള്ളത്, സുന്നത്ത് മൈലാഞ്ചി ഉപയോഗിക്കുന്നതിനാണുള്ളത്. എന്ന് പറയുമ്പോൾ സാധാരണ മൈലാഞ്ചി ഇല അരച്ച് തലയിൽ തേക്കുന്നതിന് എന്നാണ്. സാധാരണ മൈലാഞ്ചിയുടെ ഇല അരച്ച് തലയിൽ അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയാം. അതിനേറ്റവും ഫ്ലെക്സിബിളായ ഒരു രീതി പറയാവുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ സാധാരണ ചായപ്പൊടി ഉണ്ടല്ലോ, ഈ ചായപ്പൊടി തിളപ്പിച്ച വെള്ളം കുറച്ച് കൂടുതൽ ചായപ്പൊടി ഇട്ടിട്ട് ഒരു പ്രാവശ്യം തിളപ്പിച്ചിട്ട് ആ വെള്ളം മാത്രം എടുക്കുക. അതിൽ പിന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ചായ ആക്കി മാറ്റാവുന്നതാണ്. ഈ എടുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മൈലാഞ്ചിയുടെ ഇല അരക്കുക. മുടിയൊക്കെ വെട്ടി ക്ലിയർ ആക്കിയതിന് ശേഷം അരമണിക്കൂർ സമയം അത് തലയിൽ നന്നായി ലൂസാക്കിയിട്ട് കയ്യും എന്തെങ്കിലും ഗ്ലൗസ് ഇട്ടിട്ട് അതുകൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് സോപ്പ് തേക്കാതെ കുളിക്കുക. തലക്ക് തണുപ്പ് കിട്ടും. വെളുത്ത മുടികൾക്ക് ചുവപ്പ് കളറ് അനുഭവപ്പെടും. കൂടുതൽ മുടി നരക്കാതിരിക്കാൻ അത് സഹായിക്കുകയും ചെയ്യും. നിയ്യത്ത് നന്നാക്കിയാൽ അതിന് സുന്നത്തിൻ്റെ കൂലി കിട്ടുകയും ചെയ്യും. അപ്പോൾ എനിക്കിത് പറഞ്ഞപ്പോൾ ഒരു ഓർമ്മ വന്ന ഒരു കാര്യം, നേരത്തെ നമ്മൾ സംസാരിച്ചതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കുക, ആരോഗ്യം നിലനിർത്തുക എന്നതിൽ നമ്മൾ വളരെ വലിയ താല്പര്യം കാണിക്കുന്നവരാണ്. അപ്പം എൻ്റെ അനുഭവത്തിൽപ്പെട്ടൊരു സംഭവമുണ്ട്. ഒരിക്കൽ ഞാൻ റമദാൻ നോമ്പും ആരോഗ്യവും എന്ന വിഷയം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. അതേ സ്ഥലത്ത് തന്നെ റമദാൻ നോമ്പും സ്വർഗവും എന്ന വിഷയവും സംസാരിച്ചു. അപ്പോൾ റമദാൻ നോമ്പും സ്വർഗവും എന്ന വിഷയത്തിന് ആൾ വളരെ കുറവും, റമദാൻ നോമ്പും ആരോഗ്യവും എന്നുള്ളതിന് ആൾ വളരെ കൂടുതലായിരുന്നു. ഇബാദത്തുകൾ ഇങ്ങനെ വഴിതെറ്റി ഉപയോഗിക്കുകയും പറയുകയും ചെയ്യരുത് എന്നൊരു സന്ദേശം കൂടി ആ കൂട്ടത്തിൽ ഞാൻ നൽകുന്നു. നേരത്തെ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഇടയിൽ ആ വിഷയം വന്നിരുന്നു. ഈ മൈലാഞ്ചി ഇടൽ അപ്പോൾ സുന്നത്താണ്, ആ ഒരു നിയ്യത്തിൽ ചെയ്താൽ അതിൻ്റെ കൂലിയും കിട്ടും, അതിൻ്റെ ഗുണവും പറഞ്ഞു. ഈ സുറുമക്ക് ഒരുപാട് പ്രാധാന്യം ഇസ്ലാമിൽ പറയുന്നതുണ്ട്. പ്രവാചകൻ സുറുമ ഇടുമായിരുന്നു എന്നെല്ലാം പറഞ്ഞു. അതിൻ്റെ വിശദീകരണം ഒന്ന് കിട്ടിയാൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഞ്ജനം കൊണ്ട് സുറുമ ഇട്ടിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അഞ്ജനം എന്ന് പറയുന്നത് ഒരു കല്ലാണ്. ആ കല്ല് പൊടിച്ചുണ്ടാക്കുന്ന സാധനമാണ് നെയ്സ് പൊടി, ശീലപ്പൊടിയാക്കി എടുത്തിട്ട് അതിനെയാണ് സുറുമ എന്ന് പറയുന്നത്. അത് കണ്ണിലിട്ടാൽ കണ്ണിന് തണുപ്പുണ്ടെന്ന് മാത്രമല്ല, കണ്ണിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടികൾ, അലർജികൾ തുടങ്ങിയ എല്ലാ സാധനത്തെയും നീക്കം ചെയ്യാൻ കൂടി അത് സഹായിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്ന സമയത്ത് സുറുമ ഇട്ടിരുന്നു എന്ന് വന്നിട്ടുണ്ട്. സുന്നത്താണ്. 3 പ്രാവശ്യം ഓരോ കണ്ണിലും അല്പം തേച്ച് കൊടുക്കുകയാണ് വേണ്ടത്. 2 കണ്ണിലും 3 പ്രാവശ്യം. വിരൽ കൊണ്ട് ചെയ്യാം, പക്ഷെ നല്ലത് വിരൽ ഉപയോഗിക്കാതെ മറ്റെന്തെങ്കിലും
പിന്നെ ബുദ്ധിമുട്ടില്ലാത്ത കോലുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് 3 പ്രാവശ്യം കണ്ണിൻ്റെ ഉള്ളിലാണ് സുറുമ ഇടുന്നത്. അതായത് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ വലിച്ചിട്ട് കണ്ണ് മീക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പോകും. അങ്ങനെയാണ് സുറുമ ഇടേണ്ടത്. ഈ സുറുമ എന്ന് പറയുമ്പോൾ പലപ്പോഴും മാർക്കറ്റിൽ ഒരുപാട് സുറുമകൾ ലഭ്യമാണ്. പക്ഷേ അത് ഇന്ന് കണ്ണിലേക്കാണല്ലോ ഈ സുറുമ ഇടേണ്ടത്. അതിൻ്റെ ഒറിജിനൽ എന്ന് പറയാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഒറിജിനൽ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും കമ്പനിയുടെ പരസ്യമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അഞ്ഞനക്കല്ല് വാങ്ങാൻ കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. ഇനി ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട്, സൂപ്പർ മാർക്കറ്റുകളിലുണ്ട്. വിദേശത്തു നിന്ന് വരുന്നവർക്ക് എന്തായാലും അഞ്ഞനക്കല്ല് തന്നെ വാങ്ങാൻ കിട്ടും. അത് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഒറിജിനലായിട്ട് ചെയ്യാൻ പറ്റും. മറ്റേത് നമ്മൾ ഏതെങ്കിലും ഒന്ന് പേര് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. സൗന്ദര്യ മേഖലയിൽ വലിയ പഠനങ്ങൾ നടക്കുകയും അതിനു വേണ്ടിയുള്ള ക്ലാസ്സുകളും പരിശീലനങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ മുഖം വിശാലമാക്കുന്ന ഒരു സൗന്ദര്യ പ്രക്രിയയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് ഇസ്ലാമികമായ അതിൻ്റെ? കിതാബുകളിലൊക്കെ മുഖവള ഇടുക എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് പുതിയ കാലത്തും പഴയ കാലത്ത് വ്യാപകമായി ഉണ്ടായിരുന്നതാണ്. നെറ്റിയിലേക്ക് മുടി ഇറങ്ങി വരുന്ന കുട്ടികളുടെ ചെറിയ റൗണ്ടിൽ ഒരു നൂല് പിടിച്ചിട്ട് അവിടുത്തെ മുടിയൊക്കെ കളഞ്ഞിട്ട് അതിൽ ചുണ്ണാമ്പ് അതുപോലെ മഞ്ഞൾ തുടങ്ങിയ ചില വസ്തുക്കളൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു രാസപദാർത്ഥം തേച്ച് പിടിപ്പിക്കും. അത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്ത് മുടി മുളക്കൂല. ഇതിനെയാണ് മുഖം വിശാലമാക്കുക എന്ന് പറഞ്ഞത്. അനുവദിക്കപ്പെട്ട കാര്യമാണ്, ചെയ്യാവുന്നതാണ്.